വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി, ഉണക്കമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, സവാള, ഒരു ചെറിയ തക്കാളി അതും ചെറുതായിട്ടരിഞ്ഞത്, വെണ്ടയ്ക്ക ദൈതേ മുഴുപ്പിൽ ചെറുതായിട്ടരിഞ്ഞത് അതും വേണം. ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ എന്തെങ്കിലും മതി. അത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ വേണേ. അതിനകത്തേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഒത്തിരി ഫ്രൈ ആയി പോവണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. നമുക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി അതൊന്ന് കോരി മാറ്റി വെക്കേണ്ടതാണ്. എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ബ്രൗൺ നിറമായി കിട്ടാനായിട്ട്, അധികം ബ്രൗൺ നിറാക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് ഒന്ന് വേവിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇത്രയും വേവ് മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടേ ഉള്ളൂ, ഇത് മതി. അതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വെണ്ടയ്ക്ക മുഴുവൻ കോരി മാറ്റിയ ശേഷം അതിനകത്തുള്ള വെണ്ടയ്ക്കയുടെ കുരുവൊക്കെ മുഴുവനായിട്ടും കോരി മാറ്റണം. എന്നാൽ മാത്രമേ നമ്മളിടുന്ന കടുകുകളൊക്കെ പൊട്ടിക്കിട്ടുള്ളൂ. വീണ്ടും അതേ എണ്ണയിലേക്ക് കടുക്, ഉലുവ, ജീരകം ഇതെല്ലാം ചേർത്തൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചെറിയ തോതിൽ ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയേ, ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട. ഒത്തിരി സമയം എടുക്കുന്ന ഒരു കറിയൊന്നും അല്ല കേട്ടോ ഇത്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുത്ത് അതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികളാണ് ഇനി ചേർക്കാൻ പോകുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പൊടി മൂത്ത് വരുന്നത് വരെ അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് തക്കാളിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒത്തിരി മൂത്ത് പോകണ്ട, ഉള്ളിയും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. തക്കാളി വെന്ത് കിട്ടാനായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അത് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരും. ഇത്രയും മതി. തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ പുളിവെള്ളം എടുത്തു വച്ചിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വച്ചിരുന്നതാണ്, അത് പിഴിഞ്ഞ് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് വാട്ടി വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. വീണ്ടും അതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും അതായി കിട്ടും. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഒന്ന് തിക്കായി വന്നത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്ത് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോ സമയത്ത് ഓരോ സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്യുന്നതോറും അതിൻ്റെ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കും. ഇനി അതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഒരല്പം ശർക്കരയാണ്. പുളിയും ഉപ്പും എല്ലാം ചേർന്നിട്ടുണ്ട് അതിനകത്തേക്ക്, അതുകൊണ്ടാണ് ഒരു ഇച്ചിരി മധുരത്തിന് വേണ്ടി, ബാലൻസിങ്ങിന് വേണ്ടി ഒരു ശർക്കര ചേർത്തത്. ഒരല്പം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ പരുവം. ഈ പരുവത്തിൽ നമുക്കിനി അത് കോരി മാറ്റി വയ്ക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ ഇരുന്നാൽ ഒരു അയണിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പം തന്നെ കറി കോരി മാറ്റി വയ്ക്കണേ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ചെയ്ത ഈ റെസിപ്പിയും വീഡിയോയും ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.